ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു ലെറ്റർ ടു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നൊരു ലേഖനം വായിക്കാനിടയായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു ആർട്ടിന് ഒരു വലിയൊരു തലമുണ്ട്. ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും കോപ്പി ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് ഇതൊരു ഫിഫ്ത്ത് ഗോസ്പൽ എന്ന രീതിയിൽ നമ്മുടെ ഒരു ഇവാഞ്ചലൈസേഷൻ വളരെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണെന്ന് മനസ്സിലായത്. കല എപ്പോഴും നമ്മളെ നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി മനോഹരമാക്കി മാറ്റും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെയും ബ്യൂട്ടി പലപ്പോഴും ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ടാവില്ല. പക്ഷേ ഒരു കലാകാരനാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സാധാരണ സംഭവങ്ങളെ എടുത്തുകൊണ്ട് അതിനൊരു കലാപരമായ രീതിയിൽ തന്നെ മാറ്റിക്കഴിയുമ്പോൾ അതിൽ എല്ലാത്തിലും ബ്യൂട്ടി ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ ജിൻഡോ പൊട്ടകൽ. എൻ്റെ വീട് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് മാറാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാനൊരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ സ്റ്റാറ്റിസ്റ്റിക്സിൽ മാനേജറായിട്ട് ജോലി ചെയ്യുന്നു. ഇതെൻ്റെ വൈഫ് ദീപ ഒരു നേഴ്സാണ്. ഇതെൻ്റെ മക്കളാണ്. എനിക്ക് 5 കുട്ടികളുണ്ട്. മൂത്തയാൾ ജിയാന 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സോഫിയ 8ൽ പഠിക്കുന്നു. അൽഫോൻസ 6ൽ, ജോണി 4ൽ, ജോസഫ് എന്നുള്ള ഒഫീഷ്യൽ നെയിം. ജോസഫ് LKG B പഠിക്കുന്നു. അതാണ് എൻ്റെ കുടുംബം. പിന്നെ എനിക്ക് ചാച്ചനും അമ്മയുണ്ട്. അവർ പ്രായമായി. അവർ രണ്ടുപേരും ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങൾ ഫാമിലി ഞങ്ങൾ രണ്ടുപേരും കുട്ടികളെ പിന്നെ ആർട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്നുള്ളൊരു തീരുമാനം ചെറുപ്പത്തിൽ എടുത്തിരുന്നു. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ഇവർക്കൊക്കെ ഒരു ചെറിയ ടാലൻറ്റ് ഏതെങ്കിലുമൊക്കെ ഫീൽഡിലുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. മൂത്തയാൾ ജിയാന പള്ളിയിൽ കൊയറിലൊക്കെ പാടുകയും ഗിറ്റാർ വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. സോഫിയ ആണെങ്കിൽ വയലിൻ അവൾ വായിക്കുന്നുണ്ട്. അൽഫോൻസ കീബോർഡാണ്. പിന്നെ ജോണി ഡ്രംസ് വായിക്കുന്നുണ്ട്. പിന്നെ ജോസഫ് ഇതുവരെ ഒന്നും വായിച്ചു തുടങ്ങിയില്ല. അവനെല്ലാം വായിക്കുന്നുള്ളൊരു അവകാശവാദമാണുള്ളത്. അപ്പോൾ എല്ലാവരും ഏതെങ്കിലുമൊക്കെ തരത്തിൽ ഒരു കലയിലേക്ക് ചെറിയൊരു കലാപരമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങളിങ്ങനെ പലപ്പോഴും ഇവരെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, അത് അവരുടെ പഠനത്തിലും മറ്റെല്ലാ കാര്യത്തിലും അതൊരു ക്രമമുണ്ടാകാനായിട്ട് സഹായിക്കുമെന്ന് ഞങ്ങൾ കാണുന്നുണ്ട്. ഇവർ ആർട്ടിലേക്ക് അധികം അങ്ങനെ ഒരു കണ്ടിട്ടില്ല. ജോണിയൊക്കെ ചെറുതായിട്ട് വരയ്ക്കുന്നുള്ളതായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ മ്യൂസിക്കിലേക്ക് പലർക്കും ഒരു താല്പര്യമുള്ളതായിട്ട് തോന്നുന്നു. കളറുകളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ ചിത്രങ്ങളിൽ എല്ലാ തരത്തിലുള്ള കളറുകളും ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. ഉദാഹരണമായിട്ട് വാം കളറും കൂൾ കളറും എല്ലാം ഉൾപ്പെടുത്താനായിട്ട് നോക്കാറുണ്ട്. കാരണം എന്നാലാണ് ചിത്രത്തിനൊരു പൂർണ്ണത വരുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ ചില ചിത്രങ്ങൾ മോണോക്രോമാറ്റിക് ആയിട്ടുള്ള ചിത്രങ്ങളും ചെയ്യാറുണ്ട്. അത് പക്ഷേ പ്രകൃതിയിലേക്ക് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു മിക്സ്, രണ്ടിൻ്റെയും കൂടെ മിക്സ് വരുമ്പോഴാണ് കൂടുതൽ ഭംഗി വരുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. ഇനി കൂടുതൽ ദൂരേക്ക് പോകുന്തോറും ഒരു കൂൾ ഷെയ്ഡ്, ഒരു ബ്ലൂ ഷെയ്ഡ് കൂടി വരും. ഇപ്പം ദൂരെയുള്ള മൗണ്ടൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു പോർട്രേറ്റ് അങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഒരു ബ്ലെൻഡ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു ബ്ലെൻഡ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഭംഗി ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു കോൺട്രാസ്റ്റ് കളറുകൾ ചില സമയത്ത് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടി ഒരു പ്രോമിനൻസ് കിട്ടാനും ചില ചിത്രങ്ങൾക്ക് ഒരു കൂടുതൽ വൈബ്രൻ്റ് ആക്കാനൊക്കെ ആയിട്ട് ഒരു കോൺട്രാസ്റ്റ് കളറുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള കളറുകളുടെയും ഒരു മിക്സ് പലപ്പോഴും ഞാൻ ഈ ട്യൂബിലുള്ള കളറുകൾ അതേപടി ഉപയോഗിക്കുന്നതിന് പകരം അത് മിക്സ് ചെയ്ത് നമ്മുടേതായ രീതിയിലുള്ള ഒരു കളറ് പലപ്പോഴും രൂപപ്പെടുത്താനായിട്ട് ശ്രമിക്കാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ചിത്രത്തിനൊരു കൂടുതൽ മിഴിവ് ലഭിക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. വാസ്തവം പറഞ്ഞാൽ അങ്ങനെ ചെറുപ്പത്തിലൊന്നും അധികം ചിത്രം വരയ്ക്കുന്ന ഒരു രീതി എനിക്കുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ വിദേശത്തായിരുന്നു. അപ്പോൾ അന്നേരമാണ് ഞാൻ ചിത്രകലയിൽ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് എനിക്ക് തോന്നിയത്. അവിടെ വെച്ച് ഞാൻ അമേരിക്കയിലായിരുന്നു. അപ്പോൾ അവിടെ എല്ലാവർക്കും പഠിക്കാനും ചെയ്യാനുള്ള ഒരു പ്രചോദനം നൽകുന്നൊരു കൾച്ചറാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള ട്യൂട്ടോറിയലും അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകളും ഒക്കെ ധാരാളം ഉണ്ടായിരുന്നു. നമുക്കത് ഒഴിവ് സമയത്ത് പോയി അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഓയിൽ കളറാണ് തുടങ്ങിയത്. ഓയിൽ കളറിൽ വളരെ ഈ സീനറിയൊക്കെ വരയ്ക്കുന്ന കാര്യങ്ങൾ അന്നേരം അവിടെ യൂട്യൂബിലൂടെ കുറേ ട്യൂട്ടോറിയൽ വരികയും ഞാൻ അതിൽ ചെറിയ കോഴ്സുകൾ എടുക്കുകയൊക്കെ ചെയ്ത്
ഈ ഓയിൽ കളറിൽ കൂടെയുള്ള ഒരു ലാൻഡ്സ്കേപ്പിലാണ് ഞാൻ തുടക്കം ഇടുന്നത്. പിന്നീടാണ് പതുക്കെ എനിക്ക് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഒരു ലെറ്റർ ടു ആർട്ടിസ്റ്റ് എന്ന് പറയുന്നൊരു ലേഖനം വായിക്കാനിടയായി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു ആർട്ടിന് ഒരു വലിയൊരു തലമുണ്ട്. ജസ്റ്റ് നമ്മൾ ഏതെങ്കിലും കോപ്പി ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്തായിട്ട് ഇതൊരു ഫിഫ്ത്ത് ഗോസ്പൽ എന്ന രീതിയിൽ നമ്മുടെ ഒരു ഇവാഞ്ചലൈസേഷൻ വളരെ പ്രാധാന്യമുള്ള ഒരു മേഖലയാണെന്ന് മനസ്സിലായത്. അപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുകയും അങ്ങനെ ഞാൻ ഈ സെയിൻസും അങ്ങനെയുള്ള ആളുകളുടെ കൂടുതൽ പഠിക്കുകയും അവരെ അങ്ങനെ അവരുടെ ഒരു പോർട്രേറ്റ് വരയ്ക്കാനൊക്കെ ആയിട്ട് കൂടുതലായിട്ട് ശ്രമിച്ചു. അപ്പോഴാണ് ഈ ഐക്കണോഗ്രഫിയിലേക്ക് കൂടുതലായിട്ട് താല്പര്യം വന്നത്. അപ്പോൾ അത്രയും നാൾ ഞാൻ ഓയിൽ പെയിൻ്റാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ അമേരിക്കയിൽ ഐക്കണോഗ്രഫിക്ക് വേണ്ടിയുള്ള വർക്ക്ഷോപ്പുകൾ പലരും ഓഫർ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ഗ്രീസിൽ നിന്ന് വന്ന ആളുകളുണ്ട്, റഷ്യയിൽ നിന്ന് വന്ന ആളുകളുണ്ട്. അപ്പോൾ ഞാൻ ഇവരുടെയൊക്കെ വർക്ക്ഷോപ്പുകൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ അങ്ങനെ അറ്റൻഡ് ചെയ്തതിനെ തുടർന്ന് ഇത്തരത്തിലുള്ള പല ശൈലികൾ മനസ്സിലാക്കാനായിട്ട് പറ്റി. അപ്പോൾ ഈ ഓയിൽ ഐക്കണോഗ്രഫിയിൽ ഏറ്റവും ട്രഡീഷണലായിട്ട് ഉപയോഗിക്കുന്നത് എഗ്ഗ് ടെമ്പര എന്ന് പറയുന്ന മെത്തേഡാണ്. അതിലുപയോഗിക്കുന്ന എഗ്ഗിൻ്റെ യോക്ക്, അതായത് എഗ്ഗിൻ്റെ മുട്ടയുടെ ഉണ്ണിയാണ് അതിൽ മീഡിയമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ബൈസെൻറ്റൈൻ ഐക്കണോഗ്രഫിയിലെ ഒരു വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്തപ്പോൾ മുഴുവനായിട്ടും മുട്ടയുടെ ഉണ്ണി ഉപയോഗിച്ചുകൊണ്ടാണ് ആ ഒരു ചിത്രം പൂർത്തീകരിക്കുന്നത്. അത് ട്രഡീഷണലായിട്ട് സഭയുടെ ഒരു പാരമ്പര്യമാണ്. അങ്ങനെ ഞാൻ ആ ഒരു മീഡിയത്തിലേക്ക് തിരിഞ്ഞു. പിന്നീടാണ് ഞങ്ങൾ നാട്ടിലേക്ക് ചില ഫാമിലി കാര്യങ്ങളുള്ളതുകൊണ്ട് നാട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും എൻ്റെ ഒരു ടേസ്റ്റ് കുറച്ചുകൂടെ മാറി. കാരണം ഇവിടെ നമുക്ക് സമയം, ഇപ്പോൾ ഒരു ഓയിൽ പെയിൻറ്റ് ചെയ്യാനായിട്ട് പല ദിവസങ്ങൾ വേണം. അത്രയും ദിവസം എടുത്ത് നമുക്കൊരു ഓയിൽ പെയിൻറ്റ് തീർക്കാനുള്ള സമയത്തിൻ്റെ ഒരു പരിമിതി, ജോലി, മറ്റെല്ലാ കാര്യങ്ങളും വന്നപ്പോൾ ഞാൻ പതിയെ ഈ വാട്ടർ കളറിലേക്ക് തിരിഞ്ഞു. ഈ വാട്ടർ കളർ വളരെ ബ്യൂട്ടിഫുള്ളാണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ മുമ്പിൽ എപ്പോഴും ഒരു മാജിക്ക് ക്രിയേറ്റ് ചെയ്യുന്നതാണ്. നമുക്കറിയില്ല എങ്ങനെയായിരിക്കും ഒരു പ്രതലത്തിൽ വാട്ടർ കളർ ബിഹേവ് ചെയ്യുക എന്നുള്ളത്, അതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു മിക്സും കാര്യങ്ങളും. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ പെട്ടെന്നൊരു ചിത്രം പൂർത്തീകരിക്കാനും സാധിക്കും. അങ്ങനെ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഇപ്പോൾ വാട്ടർ കളറിലാണ് കൂടുതലായിട്ട് ശ്രദ്ധ ചെലുത്തുന്നത്. അതെനിക്ക് എപ്പോഴും ഒരു പുതിയ നമുക്കൊരു എക്സൈറ്റ്മെൻറ്റും ഇതിലേക്ക് കൂടുതൽ സമയം ചെലവഴിക്കാനും ഒക്കെയുള്ള ഇത് നൽകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഫോക്കസ് ചെയ്യുന്ന വാട്ടർ കളറാണ്. അപ്പോൾ എല്ലാ മീഡിയത്തിലും ഞാൻ അത്യാവശ്യം ദൈവകൃപയാൽ ചെയ്യുന്നുണ്ട്. വാട്ടർ കളർ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായൊരു തീമാണ് നേച്ചർ. ഞാൻ പലപ്പോഴും നേച്ചറിൽ പോയി ഇരുന്ന് വരയ്ക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്ക് വാട്ടർ കളർ ഏറ്റവും അനുയോജ്യമാണ്. നമുക്കൊരു അരമണിക്കൂർ കൊണ്ട് വേണമെങ്കിൽ ഒരു ചിത്രം പൂർത്തീകരിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല പലപ്പോഴും ഒരു ഫോട്ടോഗ്രാഫിയേക്കാൾ ഉപരിയായിട്ട് വാട്ടർ കളറിലൂടെ ചെയ്യുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല എലമെൻസും അതിൽ കൊണ്ടുവരാനായിട്ട് സാധിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ ആ നേച്ചറിനേക്കാളും അവിടെ നമ്മൾ കാണുന്നതിനേക്കാളും മറ്റൊരു ഡയമെൻഷനിലേക്ക് പലപ്പോഴും വാട്ടർ കളർ നമ്മളെ കൊണ്ടുപോകുന്നതായിട്ടും കാണാറുണ്ട്. ഉദാഹരണമായിട്ട് വാട്ടർ ഈ ഒരു പ്രതലമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നതെന്ന് ചിലപ്പോൾ എനിക്ക് തന്നെ അറിയില്ല. ആ സമയത്ത് ആ മീഡിയം വർക്ക് ചെയ്യുന്നതാണ്. അത് പല കാര്യങ്ങൾ അതിൽ പാതകമായിട്ടുണ്ട്. പിന്നെ ഇതിനൊരു വിശ്വാസപരമായ തലത്തിൽ ഞാനിതിനെ കാണുന്നത്, ദൈവം നമ്മളോട് രണ്ട് രീതിയിൽ സംസാരിക്കുന്നുണ്ടെന്നാണ് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന് പ്രകൃതിയിലൂടെയും, രണ്ട് ഗോസ്പലിലൂടെയും, സുവിശേഷത്തിലൂടെയും. അപ്പോൾ പ്രകൃതിയിലേക്ക് നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ തോമസ് അക്വീനാസും സെയിൻറ്റ് അഗസ്റ്റിനൊക്കെ പറഞ്ഞതുപോലെ പ്രകൃതി ദൈവത്തിൻ്റെ മഹത്വം, സങ്കീർത്തനങ്ങളിലും പറഞ്ഞിട്ടുണ്ട്, പ്രകൃതി ദൈവത്തിൻ്റെ മഹത്വം ഉദ്ഘോഷിക്കുന്നു. അപ്പോൾ പ്രകൃതിയിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ കൂടുതലായിട്ട് ദൈവത്തിലേക്ക് അടുക്കാനായിട്ട്, ദൈവത്തിൻ്റെ ഒരു സ്നേഹം മനസ്സിലാക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ വാട്ടർ കളർ അതിന് ഏറ്റവും അനുയോജ്യമായൊരു മീഡിയമായിട്ടും തോന്നിയിട്ടുണ്ട്. ഞാനിതിനു വേണ്ടി ഒരുപാട് അലഞ്ഞിട്ടുണ്ട്. കൂടുതലും വിദേശത്ത് പോയതിന് ശേഷമാണ് ഞാൻ കൂടുതൽ ഇതിനെക്കുറിച്ച് ആഴത്തിൽ അറിയാനും ഇതിൻ്റെ പുറകിൽ ഇത്ര വലിയൊരു ആർട്ടിൻ്റെ പുറകിൽ ഇത്ര വലിയൊരു കാര്യമുണ്ടെന്നും മനുഷ്യരൊക്കെ എത്രയോ അവരുടെ ജീവിതം തന്നെ ഇതിനു വേണ്ടി സമർപ്പിച്ചിട്ടുണ്ടെന്നൊക്കെ മനസ്സിലാകുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലും അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ഇങ്ങനെ സഞ്ചരിച്ചപ്പോഴാണ്. ദൈവകൃപയാൽ എനിക്ക് ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ ഒറിജിനൽ വർക്കുകൾ കാണാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. വത്തിക്കാനിൽ ചെന്ന് അവിടെ ലാസ്റ്റ് ജഡ്ജ്മെൻറ്റിൻ്റെ അതിൽ നമ്മുടെ സിസ്റ്റൈൻ ചാപ്പൽ, അവിടെ 2-3 ദിവസം എനിക്ക് അവിടെ താമസിച്ച് അവിടെ കാണാനായിട്ടും ആ ചിത്രങ്ങളുടെ അടുത്ത് പോയി നിൽക്കാനും അതിനെ ആസ്വദിക്കാനൊക്കെ ആയിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ അമേരിക്കയിലാണെങ്കിൽ എല്ലാ പ്രശസ്തമായ
ആർട്ട് മ്യൂസിയങ്ങളിലും പോകാനുള്ള ഒരു വലിയ കൃപ എനിക്ക് ഒരു അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ചെന്നപ്പം വലിയ വലിയ ചിത്രകാരന്മാരുടെ നമ്മൾ മാസ്റ്റേഴ്സ് എന്നൊക്കെ പറയുന്ന ഡാവിഞ്ചി അല്ലെങ്കിൽ മൈക്കലാഞ്ചലോ, നമ്മുടെ കരവാജിയോ, ഇങ്ങനെയുള്ള വലിയ മാസ്റ്റേഴ്സിൻ്റെ തന്നെ മാനെ, മോനെ, ഇങ്ങനെയുള്ള എല്ലാവരുടെയും ചിത്രങ്ങൾ നേരിട്ട് കാണുവാനും അതിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ തൊട്ടില്ല എന്നുള്ള അടുത്ത് വരെ നിൽക്കാനുള്ള ഒരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മുടെ ഒരു കാഴ്ചപ്പാടുകൾ മാറുന്നുണ്ട്. നമ്മളൊരു കലയെ ആസ്വദിക്കുന്ന രീതി മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ കല നമ്മളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഞാനിതെല്ലാം ചിത്രങ്ങളിലൂടെയും വെബ്സൈറ്റിലൂടെ കണ്ടതാണെങ്കിൽ നേരിട്ടൊരു ചിത്രം കാണുമ്പോൾ ആ ഒരു ചിത്രത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ആ ചിത്രം നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ വളരെ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭൂതിയാണ്. അപ്പോൾ ഇതിലൂടെയൊക്കെ ഈ ഒരു അലച്ചിലൂടെ തീർച്ചയായിട്ടും എന്നിലുള്ളൊരു കലാകാരൻ, ദൈവം തന്ന ഒരു കഴിവിനെ ദൈവം വളർത്താനായിട്ട് ഇതിലൂടെ വളരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ പലപ്പോഴും നമ്മളൊരു ഫോട്ടോയിൽ കാണുന്നതല്ല നമ്മൾ അടുത്ത് ചെന്ന് കാണുമ്പോൾ അതിനൊരു വേറൊരു മാനമുണ്ട്. പല ബ്രഷ് സ്ട്രോക്കുകളും ഒക്കെ നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴാണ് ആ സ്ട്രോക്ക് എങ്ങനെയാണ് ആ കലാകാരൻ അതിൽ ചിത്രീകരിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്തൊരു ഒരു വലിയ ഒരു വലിയ നിര ഒരു ലൈൻ ഓഫ് മാസ്റ്റർ ആർട്ടിസ്റ്റ്, അവരുടെ ഒരു ശ്രമത്തിൻ്റെ ഫലമാണ് ഇപ്പോൾ നമ്മൾ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന ആർട്ട്. അപ്പോൾ ഇതിനോടൊക്കെ അടുത്ത് ഇടപെടാനും ഇത് നേരിട്ട് കാണുവാനുമുള്ള ഒരു അവസരം ലഭിച്ചത് എൻ്റെ ഒരു ചിത്രരചനയും ഒക്കെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിച്ചപ്പോൾ എൻ്റെ കൂടെ പഠിച്ച അവരുടെയൊക്കെ ചിത്രങ്ങൾ വരയ്ക്കുന്നത് കണ്ട് നോക്കി നിന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ഞാനൊരു ചിത്രം വരയ്ക്കുമെന്നൊന്നും ഒരിക്കലും കരുതിയിട്ടില്ല. എനിക്കൊരു ചിത്രരചനയിലേക്ക് ഒരു താല്പര്യം വന്നത് ഞങ്ങളുടെ ഇവിടെ മാറാടി പള്ളിയിൽ മിഷൻ ലീഗിൻ്റെ ആഭിമുഖ്യത്തിൽ കയ്യെഴുത്ത് മാസിക പുറത്തിറക്കുകയുണ്ടായി. ആ സമയത്ത് ഞാൻ 10ൽ പഠിക്കുകയാണ്. അപ്പോഴാണ് അതിലേക്ക് കുറച്ച് ചിത്രങ്ങൾ വേണമെന്ന് പറഞ്ഞ് വികാരിയച്ഛൻ, അന്നേരത്തെ വികാരിയച്ഛൻ ഏഞ്ചൽ വോയ്സിൻ്റെ ഡയറക്ടറായിരുന്ന ഫാദർ കുര്യാക്കോസ് കച്ചറമറ്റുമാണ്. അപ്പോൾ അച്ഛൻ്റെ നേതൃത്വത്തിൽ അങ്ങനെ ഒരു കയ്യെഴുത്ത് മാസിക ഇറക്കുമ്പോൾ ഞാൻ 1-2 ചിത്രങ്ങൾ അച്ഛന് കൊടുത്തു. അപ്പോൾ ഇനി ഞാനൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ല അത് പ്രസിദ്ധീകരിക്കുമെന്നൊന്നും. പക്ഷേ ഈ ഒരു ചിത്രം കണ്ടിട്ട് അച്ഛൻ എന്നെ വളരെയേറെ പ്രോത്സാഹിപ്പിച്ചു. അത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. ഞാനൊരു പടം വരയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയത് അന്നാണ് ആദ്യമായിട്ട്. പിന്നീട് പക്ഷേ അത് കഴിഞ്ഞിട്ട് അധികമൊന്നും ചിത്രങ്ങൾ വരയ്ക്കുകയോ, പിന്നെ ചെയ്തത് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചില ചിത്രങ്ങളിലൊക്കെ മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തു എന്നല്ലാതെ അതിനധികം ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ ആ സമയം കഴിഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ കോളേജിൽ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് കുട്ടികൾ അവരിങ്ങനെ ചിത്രം വരയ്ക്കാനൊക്കെ ആയിട്ട് നമ്മളോട് ആവശ്യപ്പെടുകയും അവിടെ ഉണ്ടായിരുന്ന ഈ നമ്മുടെ പല പ്രോഗ്രാമുകൾക്കനുബന്ധിച്ച് ജീസസ് യൂത്തിൻ്റെയൊക്കെ പ്രോഗ്രാമുകളോടനുബന്ധിച്ച് പോസ്റ്റർ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇത് ബ്രഷൊക്കെ ഉപയോഗിച്ച് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ചില മൊബിലൈസേഷന് വേണ്ടി മെറ്റീരിയൽ ഉണ്ടാക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കോളേജ് കാലഘട്ടമായപ്പോഴേക്കും വീണ്ടും തുടർന്നും നമുക്ക് ഇതിൻ്റെ ഇതിലേക്ക് കുറച്ചുകൂടി ഒരു ഇടപെടാനായിട്ടും കുറേ ക്രിയേറ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. പക്ഷേ ഞാനൊരു കൺസിസ്റ്റൻ്റായിട്ട് ചെറുപ്പത്തിലോ അല്ലെങ്കിൽ ഒരു യൂത്ത് സമയത്തൊന്നും ആർട്ടിന് വേണ്ടി അധികം സമയം ചിലവഴിച്ചായിട്ട് തോന്നുന്നില്ല. പിന്നെ വിവാഹത്തിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടെ വൈഫിൻ്റെയൊക്കെ വലിയൊരു സപ്പോർട്ട്, കുട്ടികളും പിന്നെ അതിന് കുട്ടികളായപ്പോൾ അവരുടെയൊക്കെ ഒരു വലിയ സപ്പോർട്ട് ഇതിൻ്റെ പുറകിലുണ്ട്. അതിനെ തുടർന്നാണ് എനിക്കും കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യണം, അങ്ങനെയാണ് ഞാനിതിലേക്ക് കുറച്ചുകൂടെ ഇറങ്ങാനായിട്ട് തീരുമാനിച്ചത്. കല എപ്പോഴും നമ്മളെ നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി മനോഹരമാക്കി മാറ്റും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാത്തിൻ്റെയും ബ്യൂട്ടി പലപ്പോഴും ചിലപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നുണ്ടാവില്ല. പക്ഷേ ഒരു കലാകാരനാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സാധാരണ സംഭവങ്ങൾ എടുത്തുകൊണ്ട് അതിനൊരു കലാപരമായ രീതിയിൽ തന്നെ മാറ്റിക്കഴിയുമ്പോൾ അതിൽ എല്ലാത്തിലും ബ്യൂട്ടി ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ വാട്ടർ കളർ പഠിച്ചത് മിലിന്ദ് മുലിക്ക് എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ പ്രശസ്തനായിട്ടുള്ള ഒരു ചിത്രകലാ അധ്യാപകനും ഒരു മാസ്റ്റർ ആർട്ടിസ്റ്റുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു രചനാശൈലി എന്ന് പറയുന്നത് ചില സ്ട്രീറ്റുകളിലൊക്കെ പോയി അല്ലെങ്കിൽ ചില ഗ്രാമങ്ങളിലൊക്കെ പോയി അവിടുത്തെ ഓരോ രംഗങ്ങളൊക്കെ അദ്ദേഹം ചിത്രീകരിക്കുകയാണ്. പക്ഷേ അദ്ദേഹം അത് ചിത്രീകരിച്ച് വരുമ്പോൾ അതിനുണ്ടാകുന്ന വേറൊരു തലത്തിലേക്ക് സാധാരണ സംഭവങ്ങൾ മാറുകയാണ്. പലപ്പോഴും ആളുകൾ തിരിച്ചറിയുന്നതോ ഇത്രയും മനോഹരമായിരുന്നോ ഞങ്ങളുടെ ഈ സ്ഥലം എന്ന് തിരിച്ചറിയും. അതുകൊണ്ട് കലയ്ക്ക് എപ്പോഴും സ്ഥാനമുണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാനായിട്ട്. ആ ബ്യൂട്ടി, ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ പറഞ്ഞ ബ്യൂട്ടി സേവ്സ് ദ വേൾഡ്. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ബ്യൂട്ടി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ക്രിസ്തു തന്നെയാണ്. ആ ഒരു ദൈവത്തിലേക്ക് നമുക്ക് അടുക്കാനായിട്ട് ഈ ഒരു ബ്യൂട്ടിയിലൂടെ ദൈവത്തിലേക്ക് അടുക്കാൻ പ്രധാനമായിട്ട് 3 വഴികളുണ്ടെന്നാണ് പറയുന്നത്. ഒന്ന് ട്രൂത്ത്, ബ്യൂട്ടി, പിന്നെ ഗുഡ്നസ്. അതിൻ്റെ അകത്ത് ബ്യൂട്ടിയിലൂടെ ദൈവത്തിലേക്ക് അടുക്കാനായിട്ട് വഴി പറയുന്ന ആളുകളാണ് കലാകാരന്മാർ.
അപ്പോൾ ഈ ഒരു ബ്യൂട്ടിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ദൈവം തന്നെ ഒരു ഏറ്റവും ബ്യൂട്ടിഫുള്ളാണ്. ആ ബ്യൂട്ടിയിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാനും നമ്മുടെ സാധാരണ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലൊക്കെ കല നമ്മളെപ്പോഴും കുറച്ചുകൂടി ഒരു ലൈറ്റാകാൻ, നമ്മുടെ ജീവിതം കുറച്ചുകൂടി ലൈറ്ററാക്കാനായിട്ട് ഒക്കെ കല നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ ചിത്രങ്ങളൊക്കെ ഞാൻ അടുത്തിടെ വരച്ച ചില വാട്ടർ കളർ ചിത്രങ്ങളാണ്. ഇവിടെ ഇരുന്നാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പോൾ ജോലി ചെയ്യുന്നതോടനുബന്ധിച്ച് തന്നെ അതിനോട് ചേർന്ന് തന്നെ ഇങ്ങനെ ചിത്രങ്ങൾ ഇരിക്കുകയും അതിൻ്റെ ഇടയ്ക്കിരുന്ന് ജോലി ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു അനുഭവമാണ്. പലപ്പോഴും ഈ ഓരോ ചിത്രങ്ങൾക്കും ഓരോ സ്റ്റോറി പറയാനുണ്ട്. അതിൽ ചില ചിത്രങ്ങൾ ഞാൻ മൂന്നാർ ചെന്ന് അവിടെ ഇരുന്ന് വരച്ചതാണ്. അത് പാതിരാമണൽ എന്ന് പറയുന്ന സ്ഥലത്ത് പോയപ്പോൾ അവിടെ ഇരുന്ന് വരച്ചതാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് അവിടെ പോകാതെ തന്നെ ആ ഒരു മൂന്നാറിൻ്റെ ഒരു ഫീലും പാതിരാമണലിൻ്റെ ഫീലും അതുപോലെ ഓരോ സ്ഥലങ്ങളിലെയും ചിത്രങ്ങൾ ഓരോ സ്റ്റോറി എന്നോട് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ നമുക്ക് എത്ര സമയം വേണ്ടി ഇരുന്ന് ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പ് അനുഭവപ്പെടാറില്ല. ഓരോ ചിത്രങ്ങളും ഓരോ വിൻഡോ ടു ദ നേച്ചർ. അപ്പോൾ ആ ഒരു ഫീല് എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്നുണ്ട്. കുറച്ച് ചിത്രങ്ങൾ ഇപ്പോൾ കോട്ടയത്തുള്ള ഒരു എക്സിബിഷന് വേണ്ടി കൊണ്ടുപോയിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് ചിത്രങ്ങൾ ഇവിടെ ഇല്ല. അത് ഈ ആഴ്ച ഒരു എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ചിത്രങ്ങൾ ഇവിടെയുണ്ട്. ഞാനിപ്പോൾ ഇത് വാട്ടർ കളറാണ് കൂടുതലായിട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് പല ഐക്കണോഗ്രാഫി, പല ഐക്കൺസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും സുപരിചിതവും ഏറ്റവും നമ്മുടെ ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്നതും വിശുദ്ധ ലൂക്ക വരച്ചിട്ടുള്ള നിത്യസഹായ മാതാവിൻ്റെ ഒരു ഐക്കണാണ്. അതിൻ്റെ അകത്ത് ഈശോയെ മാതാവ് എടുത്തു പിടിച്ചിരിക്കുകയാണ്. നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ഈശോയുടെ ചെരുപ്പ് അഴിഞ്ഞു പോയിട്ടുണ്ട്. അത് ഒരു ചരിത്രവും കൂടി അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മെസ്സേജുകളാണ് ഈ ഐക്കണിലൂടെ കൊടുക്കുന്നത്. നമുക്ക് സുപരിചിതമായിട്ടുള്ളത് മാതാവിൻ്റെ ഈ ഒരു നിത്യസഹായ മാതാവിൻ്റെ ഐക്കണാണ്. ഞാൻ വരച്ചിട്ടുള്ളത് ഒന്ന് മാതാവിൻ്റെ ഐക്കണും അതുപോലെ ഈശോയുടെ ഐക്കണുമാണ്. ഇത് തിയോട്ടോക്കസ്, അതായത് മാതാവ് ദൈവത്തെ സ്വീകരിച്ച മാതാവ് എന്നുള്ള ഒരു അർത്ഥത്തിലുള്ള ഇതാണ് ഈശോയെ ഗർഭം ധരിച്ചത്. ശരിക്കും ഐക്കണിലൂടെ ചിത്രീകരിക്കുമ്പോൾ മാതാവ് ഈശോയെ ഗർഭം ധരിച്ചിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മാതാവിൻ്റെ പേരായിട്ടുള്ള ഗ്രീക്ക് ലെറ്റേഴ്സ് ഇതിൽ വെച്ചിട്ടുണ്ട്. പിന്നെ മാതാവിൻ്റെ 3 സ്റ്റാർ, അങ്ങനെ അതൊക്കെ ഐക്കണോഗ്രാഫിയിൽ ചില ചിത്ര സിമ്പിൾസ് ഡെഫിനറ്റായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ടാണ്. അതിൻ്റെ തിയോളജിക്കലായിട്ടുള്ള മീനിങ് ഉണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ഓരോ കളറുകളും പ്രധാനപ്പെട്ടതാണ്. മാതാവിനെ വരയ്ക്കുമ്പോൾ മാതാവിൻ്റെ പുറത്തുള്ള മേലങ്കി ചുമപ്പ് കളറും ഉള്ളിലുള്ള ഉടുപ്പ് നീലയായിട്ടാണ് വരയ്ക്കുന്നത്. അതേസമയം ഈശോയുടെ പുറമെയുള്ള തുണി അത് നീലയും ഉള്ളിലുള്ള ഉടുപ്പ് ചുമപ്പുമാണ്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ ചുമപ്പെന്ന് പറയുന്നത് മനുഷ്യ പ്രകൃതിയും നീല എന്ന് പറയുന്നത് ദൈവിക പ്രകൃതിയുമാണ്. ഇതിൻ്റെ അകത്ത് മാതാവ് എന്ന് പറയുന്നത് ദൈവിക പ്രകൃതി, അതായത് മനുഷ്യപ്രകൃതി ദൈവിക പ്രകൃതിയിലേക്ക് ചേർന്നു എന്നുള്ള ഒരു മീനിങ് ആണ് ഇവിടെ കിടക്കുന്നത്. അത് ഇവിടെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഉള്ളിൽ ശരിക്കും പറഞ്ഞാൽ ഈ ദൈവപ്രകൃതി വന്നിട്ട് മനുഷ്യൻ്റെ ആ ഒരു ഈശോയെ മനുഷ്യനിലേക്ക് വരുന്നതായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും 2 മീനിങ്ങുകൾ ഈ ഓരോ ചിത്രങ്ങളിലൂടെയും കാണിക്കുന്നുണ്ട്. ആ ചിത്രങ്ങളിലെ ഓരോ കളറുകൾക്കും ഓരോ മീനിങ് ഉണ്ട്. അതുപോലെ ഓരോ സിമ്പിൾസിനും ഓരോ മീനിങ് ഉണ്ട്. ഇതെല്ലാം ഈ ഓർത്തഡോക്സ് അല്ലെങ്കിൽ മറ്റ് ഇങ്ങനെയുള്ള ബൈസൻറ്റൈൻ അങ്ങനെയുള്ള ചർച്ചുകളിലൊക്കെ അവരുടെ കാറ്റഗിസത്തോടനുബന്ധിച്ച് തന്നെ ഇതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഐക്കണും ഒരു തിയോളജിക്കലായിട്ടുള്ള വലിയ ഒരു മെസ്സേജും ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ടീച്ചിങ്ങും നമുക്ക് നൽകുന്നുണ്ട്. അത് പല ചർച്ചുകളിലും അത് വേദഗ്രന്ഥം പോലെ തന്നെ അവർ ഐക്കൺസിനെ വെനറേറ്റ് ചെയ്യുന്നുമുണ്ട്.